والصلاة والسلام على من لا نبي بعد. صحيح ترغيب وترهيب كتاب الصدقات അടുത്ത ഫസ്ൽ الترغيب في العمل على الصدقة بالتقوى والترهيب من التعدي فيها والخيانة واستحباب ترك العمل لمن لا يثق بنفسه وما جاء في المكاسين والأعشارين والعرفاء. കിതാബ് സദഖാത്തിൽ അഥവാ സകാത്തുമായി ബന്ധപ്പെട്ട് സദഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ അടുത്ത ഫസ്ൽ വരുന്നത് സകാത്ത് വാങ്ങുകയും അത് സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അത് അർഹരായ ആളുകൾക്ക് നൽകാൻ വേണ്ടിയുമുള്ള ചില ആമിലീങ്ങളെ അതിൻ്റെ ജോലി ഏൽപ്പിച്ചുകൊണ്ടുള്ള ആളുകളുണ്ടാകും. അവർക്ക് സകാത്തിൽ തന്നെ ഒരു ഓഹരി അവർക്ക് അർഹവുമാണ്. അങ്ങനെയുള്ള ആ പ്രവർത്തനം തഖ്വയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാനുള്ള പ്രോത്സാഹനവും അതുപോലെ ആ വിഷയത്തിൽ ചതിയോ വഞ്ചനയോ കാണിക്കുന്നതും സ്വന്തത്തിൽ ഉറപ്പില്ലാത്ത കൃത്യമായി അത് സൂക്ഷിച്ചു വെക്കാനും ചെലവഴിക്കാനും സാധിക്കും എന്നുറപ്പില്ലാത്തവർ അത് ഒഴിവാക്കുക എന്നുള്ളതും അതുപോലെ അങ്ങനെ വാങ്ങേണ്ട മക്കാസീനുകൾ പറഞ്ഞാൽ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സക്കാത്ത് വാങ്ങുന്നവർ, അതുപോലെ അശാരീൻ എന്ന് പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വൽഉറഫ അങ്ങനെ ആളുകളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അങ്ങനെയെല്ലാം അതുമായെല്ലാം ബന്ധപ്പെട്ട ഹദീസുകളാണ് ഈ ഫസ്ൽ വരുന്നത്. عن رافع بن خديج رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول العامل على الصدقة بالحق لوجه الله عز وجل. സക്കാത്തുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അതിൻ്റെ എല്ലാ ഹക്കോടു കൂടിയിട്ടും അത് നിർവഹിക്കുന്ന അള്ളാഹുവിൻ്റെ വജ്ഹുദ്ദേശവും നിർവഹിക്കുന്നവർ കൽ ഗാസി ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ ഇലാ അഹ്ലിഹി, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു പോരാളിയെ പോലെയാണ് അവനവൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ എന്ന്. കാരണം ഏറ്റവും അധികം വിശ്വസ്തയോടു കൂടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ഒരുവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. ورواه الطبراني في الكبير عن عبد الرحمن بن عوف لفظ قال رسول الله صلى الله عليه وسلم العامل إذا استعمل فأخذ الحق وأعطى الحق. ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിക്കപ്പെട്ട ആൾ അത് കൃത്യമായി അത് ആളുകളിൽ നിന്ന് വാങ്ങുകയും അത് നൽകുകയും ആവശ്യക്കാർക്ക് നൽകുകയും കൃത്യമായി ജോലി ചെയ്യുന്നവർ ലം യസൽ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ ഇലാ ബൈതിഹി, അവനവൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരു മുജാഹിദെ പോലെയാണ്. അടുത്ത ഹദീസ് വൻ അബീ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇന്നൽ ഖാസിനൽ മുസ്ലിമൽ അമീൻ അല്ലദീ യുനഫിദു മാ ഉമിറ ബിഹി. ഒരു മുസ്ലിമായിട്ടുള്ള അൽ ഖാസിൻ അഥവാ ഈ സക്കാത്തും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങുകയും അത് കാത്ത് സൂക്ഷിക്കുകയും അല്ലദീ യുനഫിദു മാ ഉമിറ ബിഹി, അവനോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അവൻ അതിനെ വീതിക്കുകയും ആളുകൾക്ക് നൽകുകയൊക്കെ ചെയ്യുന്നവൻ. ഫയുഅ്തിഹി കാമിലൻ മുവഫറൻ ത്വയ്യിബതൻ ബിഹി നഫ്സു, അവൻ പൂർണ്ണമായി അത് സൂക്ഷിച്ചു വെക്കുകയും അതുപോലെ തന്നെ പൂർണ്ണമായ സ്വന്തത്തിൻ്റെ തൃപ്തിയോടുകൂടി തന്നെ അർഹരായ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയും ഫയദ്ഫഅഹു അല്ലദീ ഉമിറ ലഹു ബിഹി അഹദുൽ മുതസദ്ദിഖീൻ, അവിടാണ് കൽപ്പിക്കപ്പെട്ടതൊക്കെ വീതിച്ചു എടുക്കുന്നവൻ ആ സക്കാത്ത് കൊടുത്ത ഒരാളെ പോലെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. അതായത് ഒരു നന്മ അറിയിക്കുന്ന ആളാവട്ടെ, ആ നന്മക്ക് സഹായിക്കുന്ന ആളാവട്ടെ, നന്മ ചെയ്യുന്ന ആളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ ഇത് കൃത്യമായി എല്ലാം നിർവഹിക്കുകയാണെങ്കിൽ സക്കാത്ത് നൽകിയ ഒരുവനെ പോലെ തന്നെയാണ് ഇവനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال خير الكسب كسب العامل إذا نصح. ഏറ്റവും നല്ല ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു സമ്പാദ്യം എന്നുള്ളത് ഒരു സക്കാത്തുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുകയും അങ്ങനെ അവന് ലഭിക്കുന്നതുമായിട്ടുള്ള സമ്പാദ്യമാണ്. ഇദാ നസഹ, അവൻ അത് കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ അവൻ കൃത്യമായി ആളുകളിൽ നിന്ന് വാങ്ങി കൃത്യമായ ആളുകൾക്ക് വീതിച്ച് നൽകിയെങ്കിൽ അതാണ് ഏറ്റവും നല്ല സമ്പാദ്യങ്ങളിൽ ഒന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള വളരെ വിശ്വസ്തതയുള്ള കൃത്യതയോടുകൂടി നിർവഹിക്കേണ്ട
ഒരു അംശം പോലും അനുവദനീയമല്ലാത്തത് എടുക്കാതിരിക്കേണ്ട, അങ്ങനെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പണിയെടുക്കുന്ന ആളുകളുടെ അവർക്കുള്ള ഫضലും അവരുടെ ശ്രേഷ്ഠതയും എല്ലാം അറിയിക്കുന്ന ഹദീസുകളാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് വന്നിട്ടുള്ളത്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.